സുഭാഷ് മുണ്ട് 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 തപ്പ കൊഞ്ഞാണ് സോമയായതുകൊണ്ട് തെറിയൊന്നും പറയാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ആൾക്ക്. എടാ ആനത്തിന്റെ ജീവിനെ കുറവുണ്ട് നമ്മൾ ആരിഫീന്. അയ്യോ അങ്ങനെ ഞങ്ങളിപ്പോൾ നിലമ്പൂർ റോഡോ അല്ല നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ആ ദാസപ്പ ഇവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും തിരുവനന്തപുരത്ത് പോവാ. കൊട്ടേഷനാണ് കൊട്ടേഷൻ. കേരള പഠിക്കാൻ പോലെ വീഡിയോ അല്ലേ. വളരെ പെട്ടെന്നുണ്ടായ തീരുമാനത്തിന് പുറത്തെത്തി യാത്രയായിരുന്നു. യാത്രയുടെ കാര്യം എന്തിനാണ് പോയതെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ എന്നോട് വിശദീകരിക്കുന്നില്ല. എങ്കിലും ആ പോയ സമയത്തെ കുറച്ച് മെമ്മറീസ് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു വീഡിയോ മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോനെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോവളം ബീച്ചാണ്. എൻ്റെ കൂടെ നമ്മുടെ വിപിൻ ദാസ് ആണുള്ളത്. ആരിഫ്, സുഭാഷ്, ദെൻ അനസ്, ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഷിബിന് വീഡിയോൻ്റെ ഇടയ്ക്ക് വരുന്ന സൗണ്ട് അത് ശരിക്കും ആ സീനറിയിലുള്ള സൗണ്ടാണ്. ബാക്കിയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുക. ഈ വീഡിയോ അന്നത്തെ സർപ്രൈസ് വിസിറ്റിൻ്റെ അടുത്ത് ഘട്ടമാണെങ്കിലും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യണോ എന്ന് വിചാരിച്ചു. പറഞ്ഞോ ഷാഫിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയല്ല. ഞങ്ങൾ കോവളത്തെ അല്ല എഡിറ്റ് ചെയ്ത വീഡിയോ കേട്ടോ. ഇതൊക്കെ ഉണ്ടോ? ഇത് എഡിറ്റ് ചെയ്തോ? ഭയങ്കര എഡിറ്റിംഗാ. അതെ, ഇവന് എഡിറ്റിംഗിന്റെ കാര്യത്തിൽ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോയിട്ടേ ഇല്ല. അതെ, ഞങ്ങളേ അല്ല, വേറെ ആരോ ആണ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും അത് അടച്ചിട്ട മുറിയിൽ കുറച്ച് ദിവസം ഇരുന്നപ്പോൾ ഒന്ന് കോവളത്ത് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഏതായാലും വിപിൻ ദാസാണ് കൂടെ ഉണ്ടായിരുന്നത്. നല്ല പോസിറ്റീവ് മെൻറ്റാലിറ്റിയുള്ള പയ്യനാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു മാത്രമല്ല, ഒത്തിരി സ്ഥലങ്ങളും ഒത്തിരി അനുഭവങ്ങളും കുറേ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ പറ്റി. ഫ്രഷ് ഫിഷ് അടുത്തൊരു ക്ലിഫ് ഉണ്ടല്ലോ, വർക്കല ക്ലിഫിൽ പോയിട്ടുണ്ടോ? ഇല്ല. വർക്കല ക്ലിഫ് വൺ ടൈം തിരിച്ചു വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിന് എമർജൻസി നാട്ടിൽ പോകേണ്ട ആവശ്യമാണ്. അങ്ങനെ ചെക്കനെ നേരിട്ടായിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ ബാക്കി ദിവസം വൈഫിൻ്റെ കസിനും വന്നു. എല്ലാവരും കൂടെ ഒരു മയത്തിൽ ഓട്ടോ ട്രിപ്പൊക്കെ അടിച്ചെങ്കിലും ഉദ്ദിഷ്ട കാര്യം ആദ്യം ചെയ്തു പോകുന്നു. ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു പോയിട്ടുണ്ട് കേരള ഹോട്ടൽ. ഇത് നമ്മളെ ഏട്ടായി. നമുക്ക് മനോജേട്ടനെ ചാക്കിലിട്ടാം. പിന്നെ മനോജേട്ടേ ആ ശരിയാക്കി തരാം. മൂപ്പർക്ക് ഏതായാലും നമ്മളറിയില്ല. രഹസ്യ ചർച്ചയാണോ? വരാവോ? മനോജേട്ടൻ്റെ ഒരു ഫാനാണ്. മലപ്പുറത്ത് കേരള ഹോട്ടലൊക്കെ നടന്ന് ചുറ്റിക്കണ്ട്. അവിടുന്ന് നല്ല മെമ്മറീസ് ആയിരുന്നത്. വൈഫും കസിനും ഞാനും കൊച്ചും എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോരാനുള്ള പ്ലാന്. ഏകദേശം ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ ടൈം എനിക്ക് ഓർക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടെ നല്ല ഫുഡൊക്കെ കഴിച്ചു. അപ്പം എല്ലാം അടിപൊളി വിൻറ്റേജ് കാറൊക്കെ അവിടെ വെച്ച് ക്യാഷ് ഹോട്ടലിന് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് തൊട്ടപ്പുറത്ത് ലുലുമാളൊക്കെ ഉണ്ട്. ഏതായാലും ട്രെയിൻ 8:50. അപ്പം ഇനി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അടുത്ത സുഹൃത്തുക്കളായ വിപിൻ ദാസും സുഭാഷും അനസും
അനസ് ഈ വീഡിയോയിൽ ഇല്ല, അതുകൊണ്ട് അവൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്താണ്. അവനെ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ആരിഫിന് ഈ വീഡിയോയിൽ വരാൻ പറ്റില്ല, ചെന്നൈയിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമുള്ളൊരു വീഡിയോ, പിന്നെ പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി പോയ വീഡിയോ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒത്തിരി നല്ല മെമ്മറീസും എല്ലാം കൂടെ ആയിട്ട് നാട്ടിലെ ഫ്രണ്ട്സ് മാത്രം. പിന്നെ വൈഫും ഫാമിലി ഉണ്ടെങ്കിലും ഒരു ഫ്രണ്ട്സ് ഏരിയ കൂടെയാണ് ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരാണ്. ഗുഡ് ബൈ.